ഹലോ ഗൈസ്, യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്ക് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ലൈവിനെ കുറിച്ചാണ് പറയാനുള്ളത്. സംഭവ ബഹുലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ലൈവ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന പിന്നെ എണീക്കൂല, സത്യം നമ്മൾ ഇരുന്ന് കണ്ടുപോകും. അങ്ങനത്തെ രസമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. നല്ല വൈബാണ്. 2-3 ദിവസമായിട്ട് അങ്ങനെ. അതെ, നല്ല വൈബിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇന്നലെ പ്രൊമോയിൽ കണ്ട പോലെ തന്നെ ഷാനവാസും അക്ബറും തമ്മിലുള്ള അടി കൂട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു രണ്ടിലും ഒരാൾ അടിക്കും മോദയുടെ ഷേപ്പൊക്കെ മാറ്റുന്നു, പക്ഷെ അതിനുള്ളൊരു സാഹചര്യം അവിടെ എത്തില്ല. ഭയങ്കര നിരാശയിലായിരുന്നു. കൊടുക്കണ്ടേ അവന്റെ മോന്തയ്ക്ക് വന്നെന്ന് അങ്ങനത്തെ ഒരു സാധനമൊക്കെ വൈബിലൊക്കെ എത്തിയായിരുന്നു. എന്താണെങ്കിൽ ആ സിറ്റുവേഷൻ ഉണ്ടായ സംഭവം വേറെ പല കാര്യങ്ങളിലൂടെയാണ്. അത് റെനയും അതായത് ഈ അടി പൊട്ടാൻ കാരണമായ സാഹചര്യം വേറെ, വഴികൾ വേറെയാണ്. ആ വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ആ വഴികളിലൂടെ സഞ്ചരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം ആരൊക്കെ കറക്റ്റ്, അതായത് നമുക്ക് തോന്നിയ ആരൊക്കെ കറക്റ്റ് ആണ് ആരൊക്കെ കറക്റ്റ് അല്ല എന്നുള്ളത്. എന്താണെങ്കിലും ഇഷ്യൂ ഉണ്ടാകുന്നത് രാവിലെ കിച്ചൺ ടീം വരുമ്പോ അപ്പാനി അവിടുത്തെ ഓറഞ്ച് ഒരെണ്ണം മിസ്സായിട്ടുണ്ട്. അതെവിടെയെന്ന് ചോദിച്ചാൽ ആരാ എടുത്തത് എന്ന് ചോദിച്ചാലാണ് സംഭവം തുടങ്ങുന്നത്. അപ്പാനി ശരത്തി ചോദിച്ചു. അപ്പൊ ആരും ഒന്നും പറഞ്ഞില്ല, എടുത്തത് ആരാന്നൊന്നും പറയുന്നില്ല. അപ്പം റെന പറയുന്നുണ്ട് അത് റെന കണ്ടിരുന്നു. ഷാനവാസാണ് അത് കട്ട് ചെയ്തിരുന്നത്, ഓറഞ്ച് കട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ ഷാനവാസ് പറയുന്നു ഞാനാണ് കട്ട് ചെയ്തത് ഞങ്ങൾ 4 പേര് കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പം അത് എടുത്തത് ശരിയായില്ല എന്നുള്ള രീതിയിലായി അവിടെ പിന്നെ സംസാരം. അത് മോഷണം പോലെ ആയിപ്പോയി. അപ്പം റെനോട് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞ ദിവസം കൊടുത്ത ചീസ് കട്ടെടുത്തത് ആരാണെന്ന് ചോദിച്ചു. അപ്പൊ റെന പറയുന്നുണ്ട് ഞാൻ എടുത്തു, പക്ഷെ ഞാൻ കട്ടെടുത്തല്ല, ഞാൻ ഇവിടെ 7 പേർക്ക് അത് കൊടുത്തു എന്ന് പറയുന്നു. അപ്പൊ ഷാനവാസ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ടീമിലെ 7 പേർക്കല്ല നിങ്ങൾ കൊടുത്തത് എന്നുള്ളത് നൈസായിട്ട് ചോദിച്ചു പോയതാണ്. എന്താണെങ്കിലും ഈ സംഭവം പറഞ്ഞ് ഇതിന്റെ സത്യാവസ്ഥ ഷാനവാസ് പറയുമ്പോ നമുക്കും തോന്നേ ഷാനവാസ് എടുത്തു, അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തു എല്ലാവർക്കും കൊടുത്തു, അവിടെ കൂടെ ഉണ്ടായിരുന്നു. ഇത് ചീസ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അവരുടെ ടീമിന് കൊടുത്തു എന്നാണ് ഷാനവാസ് പറയുന്നത്. അതെ, അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ ഈ ചീസ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ തന്നെ അവർ വെച്ചു എന്ന് ഇവര് പറയുന്നുണ്ട്. റെന പറയുന്നുണ്ട് ഞാൻ അത് അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടില്ല, ഫ്രിഡ്ജിലാണ് വെച്ചതെന്ന്. അപ്പൊ ഷാനവാസ് ഫ്രിഡ്ജിൽ എത്രയോ സ്ഥലമുണ്ട്, ഫ്രിഡ്ജിൽ മുകളിൽ എല്ലാവർക്കും കാണുന്നിടത്ത് വെക്കാം ചീസ്. ഇത് പച്ചക്കറീന്റെ ഇടയിൽ കൊണ്ടുവെക്കുന്നതാണോ നിങ്ങള് മറ്റേ എല്ലാരും കാണുന്ന രീതിയിൽ വെക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചു. കറക്റ്റ് അല്ലേ? അവിടെ കൊണ്ടേ എടുത്ത് പാത്ത് വെക്കുന്നതാണ്, അത് രഹസ്യമായിട്ട് വെച്ചു തന്നെയാണ്. അപ്പൊ അത് ഒളിപ്പിച്ച് വെച്ചു തന്നെയാണ്. അതെ, അത് അങ്ങനെ തന്നെ ആയിട്ടാണ് നമുക്ക് പച്ചക്കറികൾക്കിടയിൽ വെക്കുമ്പോ അത് കാണരുത് എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. അത് തന്നെയാണ്. അത് റെനയും ഷാനവാസും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അക്ബർ വരുന്നുണ്ട്. അക്ബറും ഷാനവാസും നമുക്കറിയാലോ. അക്ബർ പിന്നെ ഷാനവാസിനെതിരെ ആരെന്ത് പറയുന്നു എന്ന് നോക്കി നടക്കുകയാണ്, അതിനകത്ത് കണ്ടുപിടിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അത് മാത്രല്ല അക്ബർ അവിടെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആള് ചാടി വീഴും. അക്ബർ കുറച്ചുപേരെ തീറ്റിപ്പോയിട്ടുണ്ട്. പക്ഷെ ആ മോയന്തേക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അക്ബറിന്റെ സ്വഭാവം എന്താ. റെന ഫാത്തിമ, ജിസേല്, ആര്യൻ, ബിന്നി, പിന്നെ സലാബോൻ സരിക, പിന്നെ അപ്പാനി ശരത്ത്. ഇന്നലെ അപ്പാനി ശരത്തിന്റെ വിഷയത്തിൽ മൊത്തം അക്ബർ ഇടപെടാൻ കാരണം അതാണ്. പിന്നെ ഇപ്പൊ റെന ഫാത്തിമയുടെ കാര്യത്തില് വന്നപ്പോ അങ്ങനെ കളിയാക്കി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലേക്കാണ്. അതായത് ശരിക്കത് കർമ്മയാണ്. തീർച്ചയായിട്ടും ഇന്നലെ അനുമോളെ അതായത് ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചു. ഇല്ല എന്നുള്ളത് ബിഗ് ബോസ് വരെ കാണിച്ചു കൊടുത്തു. അവർക്ക് തെളിഞ്ഞൊരു കാര്യം എന്നിട്ടും ട്രിഗർ ചെയ്യാൻ ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചപ്പോ അതിന് തിരിച്ചിപ്പോ ശരിക്കും കട്ടെടുത്തതിന്റെ പേരിൽ കള്ളി എന്ന് വിളിക്കേണ്ട, അതായത് വിളിപ്പിച്ച സാഹചര്യത്തിലേക്ക്. അതെ, ഇതിനകത്ത് വേറൊരു സത്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ അത്രയും ഈ ബിഗ് ബോസ് തെളിയിച്ച ഒരു സംഭവത്തില് റെന വന്നിട്ട് ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചിട്ടും അക്ബർ ഒരു ചോദ്യം പോലും ചെയ്തിട്ടില്ല. അതെ, അത് തീർന്നതല്ലേ, അതായത് ഇതെല്ലാം തെളിയിച്ചു തന്നതല്ലേ, എന്നിട്ട് എന്തിനാ അങ്ങനെ വിളിച്ചു എന്ന് ചോദിക്കുന്നില്ല. കാരണം മിണ്ടിയിട്ടില്ല. അനുമോൾ എന്താണ്, അനുമോൾ ഇവർക്ക് എതിരാളിയാണ്. അവിടെ നന്മയും ഇതൊന്നും ഇല്ല. അതെ, അതിനുശേഷം ഈ കള്ളി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അക്ബറും അതില് അക്ബറും ഷാനവാസും തമ്മിലായി. അക്ബർ പറഞ്ഞു നീ പോടാ, നീ നിന്റെ കളി കളിച്ചോ, നിന്റെ ആൾക്കാരോ കളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ എണീറ്റ് ചെല്ലുന്നു. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രതീക്ഷിച്ച സ്ഥാനത്തിലേക്ക് എത്തിയില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. അതായത് ഒരു പല്ല് എവിടെയെങ്കിലും ആരുടേതെങ്കിലും പാറി പോകുന്നുണ്ടോന്ന് ഞങ്ങൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭയങ്കര വൈബാ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കാന്.
പിന്നെ വേറെ കാര്യം, വെറും ക്രൂരന്മാരാന്ന് വിചാരിക്കുന്നുണ്ട്. എവിടെ അപ്പാനിശരത്ത് എവിടെ എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിച്ചത്. പാവം അവിടെ എവിടെ കുറുംജീവനായിട്ട് കിടക്കുന്നുണ്ട്. കൊടുംജീവൻ ശരത്തോ, ഏത് ശരത്ത്? ശരത്തൊക്കെ പോയി. അപ്പാനിശരത്തൊക്കെ എപ്പോഴും പൊട്ടിത്തെറിച്ചു. ശരത്ത് ശരിക്കും ഡൗൺ ആവുക എന്ന് പറഞ്ഞാണ്ടല്ലോ, ഇങ്ങനെ ഡൗൺ ആയിട്ട് ഈ ഇതുവരെ സീസൺ തുടങ്ങിയതിന് ശേഷം ഇത്ര ദിവസമായിട്ട് കണ്ടിട്ടില്ല. അതായത് ആളുടെ റിലേ പോകുന്നതാണ് ആള് പറയുന്നത്. പിന്നെ അപ്പൊ അക്ബർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്തിന് ഞാനതൊക്കെ ഓക്കെ ആക്കില്ല. അതിന് ആൾക്കെതിരെയല്ലല്ലോ ആരോപണം, അക്ബറിനെതിരെ അല്ലല്ലോ പ്രശ്നമുള്ളത്, അപ്പാനിക്കെതിരെയല്ലേ. അപ്പൊ അപ്പാനി ടെൻഷൻ അടിക്കും. പിന്നെ ആളുടെ ലൈഫ് പോകുന്ന ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ആകെ ഇത് ആൾക്കറിയാലോ അത് ഏത് ലെവലിലേക്ക് പോകുന്നുള്ളത്. അപ്പൊ ആള് പറയുന്നുണ്ട്, എനിക്ക് വീട്ടുകാരോട് സംസാരിക്കണം, ഭാര്യയോട് സംസാരിക്കണം എന്നൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഏത് ലെവലിലേക്ക് ഇത് പോകുന്നുള്ള രീതിയിൽ ടെൻഷൻ അടിക്കുന്നത് എത്രത്തോളം ഭീകരമായിട്ടാണ്. അതെ. പിന്നെ അഭിലാഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അഭിലാഷ് ഷാനവാസിന്റെ സൈഡിൽ ചേർന്നിട്ടാണ് സംഭവം അപ്പാനിയോട് പറയുന്നത്, എടാ നിന്നോട് നീ പോയിട്ട് സംസാരിക്ക്. അപ്പം അപ്പാനി പറയുന്നുണ്ട്, എന്നോട് സംസാരിക്കാൻ താല്പര്യം, ആള് സംസാരിക്കുന്നില്ല. ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഷാനവാസ് അപ്പാനായിട്ട് സംസാരിക്കുമായിരിക്കും. പക്ഷെ ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു കണ്ടന്റ് ഷാനവാസിന്റെ കയ്യിൽ ഇങ്ങനെ ഭദ്രമാണ്. അത് എടുത്ത് പറയൂല, എന്നാൽ ഭയങ്കരമായിട്ട് യൂസ് ചെയ്ത്, അതായത് ഓപ്പണായി അങ്ങ് പറഞ്ഞ് അത് അവിടെ അങ്ങ് തീർക്കൂല. ഇത് തോന്നുന്നത് കേട്ടോ, നമുക്ക് തോന്നുന്നു അത് ആള് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം ആൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അപ്പാനീനെ തളർത്താൻ പറ്റും. അതായത് ധൈര്യപൂർവം അങ്ങ് മുന്നിൽ നിന്നുകൊണ്ട് നെഞ്ചു വിരിച്ച് എന്തെങ്കിലും പറയാനായിട്ട് അപ്പാനി ശരത്തിന് ധൈര്യം കിട്ടൂല. ഇനി അതിനുള്ള ധൈര്യം ഉണ്ടാവൂല. കാരണം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഷാനവാസിന്. അത് ബ്ലാക്ക് മെയിലിംഗ് എന്ന് തന്നെ പറയാം, അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റും. അത് ഇവിടെ വെച്ച് പൊട്ടിക്കോ അല്ലെങ്കിൽ അല്ലെ അവർ സംസാരിച്ചാൽ തീരുവോ എന്നുള്ളതല്ല, ഇരുന്നാൽ അതൊരു ഗംഭീര ഗെയിമായിട്ട് തന്നെ ഷാനവാസ് കൊണ്ടുപോകും. എന്തായാലും ഷാനവാസ് ഇത് ആ രീതിയിൽ യൂസ് ചെയ്യുന്നു. പിന്നെ മാത്രല്ല ഷാനവാസും ഒണിയിലും അഭിലാഷും കൂടിയിട്ട് ഇവരുടെ ഈ ഗ്രൂപ്പീസ് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്ന് കരുതി അവരൊരു തന്ത്രം മെനയുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കും, അവരും ഗ്രൂപ്പ് അല്ലേന്ന്. ഒരു ഗ്രൂപ്പിനെ ഇല്ലാതാക്കാൻ അവർ ഗ്രൂപ്പായിട്ടില്ലേന്ന്. നമുക്കത് വരും ദിവസങ്ങളിൽ കാണണം. അവരിനിയൊരു ഗ്രൂപ്പായി മാറുന്നുണ്ടോ? അതായത് ഒരു അജണ്ട വെച്ച് ഒരു തവണ എല്ലാരും കൂടി ചേരുന്നതിനല്ല ഗ്രൂപ്പ് എന്ന് പറയാം. വീണ്ടും അതായത് അവിടെ എന്ത് നടന്നാലും എല്ലാത്തിനും ഒരു ഗ്രൂപ്പ് മാത്രം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലാണ് ഗ്രൂപ്പീസ് എന്ന് പറയാം. ആ ലെവലിലേക്ക് അക്ബർ, ശരത്ത്, ആര്യൻ, കലാഭവൻ, ശരിക, പിന്നെ ബിന്നി, പിന്നെ ജിസേൽ, രണ, ഇത്രയും ആൾക്കാര് അങ്ങനെ മാറിയിട്ടുണ്ട്. കറക്റ്റാണ് റെന പറഞ്ഞ കണക്ക് കറക്റ്റാ. 7 പേർക്ക് കൊടുത്തു, 4, 3, 7 കറക്റ്റാ. ഇതൊക്കെ പിന്നീട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആവുന്നത്. ബിന്നി പറയുന്നിട്ടില്ലേ, അതായത് രണ ഫാത്തിമല്ലേ, അതുകൊണ്ട് പിന്നെ കിച്ചണുമായിട്ട് സത്യം കിച്ചണിൽ എന്ത് ഇഷ്യൂ ഉണ്ടായാലും റെനയെ ചെറുതായിട്ട് കളിയാക്കിക്കൊണ്ട് പറഞ്ഞ സംഭവം തമാശക്ക്. പക്ഷെ ആ പറഞ്ഞതിനകത്ത് വലിയൊരു പോയിന്റ് ഉണ്ട്. ഇതുവരെയുള്ള കിച്ചണിന്റെ എല്ലാ പ്രശ്നങ്ങളും എടുത്തു നോക്കിയാൽ അറിയാം. ഫസ്റ്റ് ഡേ മുതൽ കിച്ചണിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ റെനയുണ്ട്. അത് ഉണിയിലായിട്ടുള്ളത് എല്ലാം ഒനിയില് മന്മഥൻ പോയി നമ്മുടെ മറ്റേ മുൻഷി രഞ്ജിത്ത്, അതിനുശേഷം ഷാനവാസമായിട്ട് അതിന്റെ ഇടയ്ക്ക് വേറെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ അടുത്തത് ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പൊ പിന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ സംഭവം കേസ് കേട്ട് പിടിച്ചു കൊണ്ടെന്നോളൂന്ന്. അപ്പൊ അവരതിന് കാത്തിരിക്കുകയാണ്. സമ്പാദം കിട്ടുന്നു, അത് കത്തിക്കുന്നു. അതാ പറഞ്ഞേ അവര്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒത്തൊരുമയുണ്ടല്ലോ, അത് നമ്മളൊക്കെ കണ്ടു പഠിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. യൂണിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം മനുഷ്യന്മാര് പെരുമാറുന്നത്. നമുക്ക് അങ്ങനത്തെ ഒന്നും ഒരു യൂണിറ്റി ഉണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. അതെ, എന്റെ കയ്യിന് അത്ര വലിയൊരു സുഖം കിട്ടുന്നില്ല. കുറച്ചേരം കൂടി പറഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ യൂണിറ്റി ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. നമ്മള് തമ്മിലുള്ള യൂണിറ്റി നിർത്തണം. അപ്പൊ ഏതായാലും ഞങ്ങൾ പോലെ അടുത്ത ലൈവായിട്ട് വരാം. ഇന്ന് എന്തൊക്കെയോ ഗെയിം ഉണ്ട്. പിന്നെ ഗെയിമിന്റെ ഒരു പ്രമോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ടാസ്കുകളുണ്ട്. ഇപ്രാവശ്യം ഒരൊറ്റ പ്രാവശ്യം മാത്രമേ പണിപ്പുര വീട്ടിൽ കയറാൻ പറ്റുള്ളൂ. സാധാരണ വീക്കിലി 2 പ്രാവശ്യം കയറാവുന്നതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ടാസ്ക് ഇനി ആരും കൊളാക്കൂല. ടാസ്കും ഭയങ്കര രസകരമായിട്ടുള്ള ടാസ്ക് ആണ് കേട്ടോ. അത് ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ടാസ്ക് നടക്കുന്നത്. എന്താണെങ്കിലും അതിന് മുന്നോടിയായിട്ടുള്ള ഇപ്പൊ ഫുഡ് ഉണ്ടാക്കലും പരിപാടികളൊക്കെയാണ്. എന്തെങ്കിലും പൊട്ടിത്തെറികൾ ഉണ്ടാവുമോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പൊട്ടിത്തെറിച്ചാലാണല്ലോ നമുക്കൊരു വൈബ് കിട്ടുള്ളൂ. അതാണല്ലോ ഒരു രസം. അപ്പൊ എന്തായാലും പോട്ടെ. ഓക്കേ.